അതിതീവ്ര മഴയെ തുടർന്ന് എടയൂർ പഞ്ചായത്തിലെ വടക്കുംപുറം, ചെങ്കുണ്ടൻപടി, ചേനടൻകുളമ്പ് തുടങ്ങിയ പ്രദേശങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലായ സാഹചര്യത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആസാദ് അജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. അപകട സാധ്യത കണക്കിലെടുത്ത് അടിയന്തര പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ, ജിയോളജി വകുപ്പ് അധികൃതരോട് സംഘം ആവശ്യപ്പെട്ടു. എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ഇന്ദിര, വൈസ് പ്രസിഡന്റ് എ.കെ. മുസ്തഫ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് കീഴ്ശ്ശേരി, ബ്ലോക്ക് അംഗങ്ങളായ അസീസ് കോടിയിൽ, ബഷീർ മാവണ്ടിയൂർ, പഞ്ചായത്ത് സെക്രട്ടറി നാരായണൻ, വില്ലേജ് ഓഫീസർ സുനിൽകുമാർ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. കരൈക്കാട് പാലോംപറമ്പ് കുന്നിന് മുകളിലെ സ്വകാര്യ വ്യക്തിയുടെ ചെങ്കൽക്കോറി പ്രദേശമാണ് പ്രധാന അപകട ഭീഷണി ഉയർത്തുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കനത്ത മഴ തുടർന്നാൽ ഏതു സമയത്തും വലിയ മണ്ണിടിച്ചിൽ സംഭവിക്കാമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജിയോളജി വകുപ്പും സംയുക്തമായി അടിയന്തര നടപടികൾ സ്വീകരിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. നടന്ന സംഭവമാണെന്നാണ് ഇപ്പോൾ സ്ഥലപരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ശക്തമായ മഴയിലാണ് ഇപ്പോൾ ഒരു സൂചന ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സൂചനയാണ്, അപകട ഭീഷണിയാണ്. അപ്പോൾ അത് ഉള്ള മുൻകരുതൽ ഞാൻ എന്തായാലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതിനുള്ള നടപടി അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാവും. ഈ ദുരന്തത്തിന്റെ ഇതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ജിയോളജി വകുപ്പും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും അടിയന്തരമായിട്ട് വിഷയത്തിലിടണം. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് ഉടനെ തന്നെ അതിനൊരു പരിഹാരം കാണുമെന്ന് അറിയിക്കുകയാണ്. പഞ്ചായത്തിലെ 2ാം വാർഡ് ചേനാടംകുളമ്പ് ഡിവിഷനിലെ ഈ പുല്ലംപറമ്പ്, നമ്മുടെ പലേമ്പറമ്പ് ഭാഗത്ത് എടയാർ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ കല്ല് വെട്ടി അതിർത്തി റെഡിയാക്കി നേരെ മരക്കിൽ കീഴ്പോട്ട് മണ്ണ് നീക്കം ചെയ്തതാണ്. ആ മണ്ണ് ഇപ്പൊ മഴ പെയ്തിട്ട് താഴെ ഒരുപാട് വീടുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ മാതിരി വിണ്ടു നിൽക്കുന്ന സ്ഥലം, ആകെ മണ്ണാകെ വിണ്ടു നിൽക്കുന്ന ഈ പ്രദേശം, ഇത് എത്രയും പെട്ടെന്ന് ഇത് ശക്തമായ നടപടി എടുക്കാഞ്ഞാൽ അവിടെ താഴെ താമസിക്കുന്നവരുടെ വീടുകൾക്ക് ഇത് വലിയൊരു ഭീഷണിയാണ്, ജീവനും ഭീഷണിയാണ്. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബത്തിനെ വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തപ്പോൾ അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇന്നലെ രാത്രി താമസാക്കിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് എന്താണ് ഇതിന് പോകാൻ വഴിയുള്ളത് വെച്ചാൽ അത് ജിയോളജി വകുപ്പും ഡിപ്പാർട്ട്മെന്റും വന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് തീരുമാനിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.